ജോണോട്ടാ, കൊച്ചിയിൽ പങ്കാളിയെ മർദ്ദിച്ച സംഭവത്തിൽ യുവമോർച്ച നേതാവായിട്ടുള്ള ഗോപു പരമശിവത്തെ BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് തന്നെ ഒരു ക്ഷീണമാവുകയാണ് ഈ ഒരു സംഭവം. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? എന്തായിരുന്നു ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കാനുണ്ടായ ഒരു കാരണം? യുവതി മാധ്യമങ്ങളെയൊക്കെ കണ്ടിരുന്നു. ഇവര് വൈറ്റില തൈക്കുളത്തിനടുത്തുള്ള ഫ്ലാറ്റിലാണ് താമസിച്ചത്. ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചത്. ഇവർ നേരത്തെ യുവതി വിവാഹം കഴിച്ചിരുന്നു, വിവാഹിതയാണ്. ലീവിംഗ് ടുഗദർ ആണ്. അതെ അതെ അതെ, അവർ ഒരുമിച്ച് താമസിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണല്ലോ. നേരത്തെയാണ് കല്യാണം എന്നുള്ള ഒരു അതിനെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇപ്പം ഒന്നിച്ച് താമസിക്കാൻ കല്യാണത്തിന്റെ ആവശ്യമില്ല. അതൊക്കെ പുതിയ കാലത്തിന്റെ ചിന്തകൾ. അത് കുറെ ആളുകളെ അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അങ്ങനെയാണ്. മുൻ വിവാഹബന്ധത്തിൽ, നേരത്തെയുള്ള വിവാഹബന്ധത്തിൽ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ മുൻ ഭർത്താവിനൊപ്പമാണ്. ഈ നിരന്തരമായി മർദ്ദിക്കുന്നു. അതാണ് യുവതിയുടെ പരാതി. നിരന്തരമായി മർദ്ദിക്കുന്നു. അതുമാത്രമല്ല, ഒരു സൈക്കോപാത്തിനെ പോലെയാണ് ഗോപു പരമശിവം പെരുമാറുന്നത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി, എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഗോപു പരമശിവം. അത്ര വലിയ ഭാരവാഹിത്വമുള്ള ആളാണ്. പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുന്ന് ഇപ്പം BJP പുറത്താക്കിയിട്ടുണ്ട്. ശരിയാ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, വലിയ പ്രധാനപ്പെട്ട നേതാവായിട്ടിരിക്കുന്ന ആളാണ്. നിരന്തരം മർദ്ദിക്കുകയും ഒരു എന്താണ് പറയുന്ന ഒരു യുവതിയെ, ഇതിനകത്തൊരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇഷ്ടം തോന്നിയ ഉടനെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നു. ഒരുമിച്ച് താമസിച്ച് തുടങ്ങി കുറേ കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഇയാളിനോട് എന്താണ് ഒരു മടുപ്പുണ്ടായി തുടങ്ങും. വൈകാരികമായ അകലമോ അല്ലെങ്കിൽ അല്ലാതെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിവാഹ ജീവിതത്തിൽ ഈ ഒരു അവിടെ ഒരു കണക്ഷൻ കിടപ്പുണ്ടല്ലോ. മറ്റേതൊന്നും ഇല്ല. ഒരാൾ കൂടെ ഒന്ന് താമസിക്കുകയാണ്, എപ്പോഴും വേണമെങ്കിലും വിട്ടുപോകാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് വിട്ടുപോകാൻ താല്പര്യമില്ല, മറ്റേ ആൾക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഒഴിവാക്കണം എന്നുള്ള ചിന്ത വരും. ഒഴിഞ്ഞു പോവുകയില്ല. അപ്പം അതിനെന്തൊക്കെ ചെയ്യാം. പിന്നെ ഇഷ്ടക്കേടുകളും പൊരുത്തക്കേടുകളും ഇതൊന്നും ആരും അറിയാതെയൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെയാണ്. എന്തായാലും ഈ ഗോപു പരമശിവനെതിരെ വധശ്രമത്തിനാണ് ഇപ്പം മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ ഈ കുട്ടികളെ ഉപദ്രവിക്കും, മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ ഈ യുവതിയുടെ കുട്ടികളെ ഉപദ്രവിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം യുവതി മിണ്ടാതിരുന്നത്. ചെറിയ കാര്യങ്ങളല്ല ഗോപു ചെയ്ത് വെച്ചേക്കുന്നത്. അതെ അതെ അതെ. ഗോപുവിൻ്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറഞ്ഞാൽ മൊബൈൽ ചാർജറാണ്. മൊബൈൽ ചാർജർ കൊണ്ടാണ് യുവതിയെ മർദ്ദിക്കുന്നത്. നിരന്തരം മർദ്ദിച്ചുകൊണ്ടിരുന്നത് മൊബൈൽ ചാർജർ കൊണ്ടാണ്. ദേഷ്യം വന്ന ഉടൻ തന്നെ മൊബൈൽ ചാർജർ എടുക്കുന്നു, യുവതിയെ മർദ്ദിക്കുന്നു. അതുപോലെ യുവതി പറയുന്ന ഒരു കാര്യം, പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. പുറത്തു പോകാൻ സമ്മതിക്കാതെ വീട്ടിൽ പൂട്ടിയിടും. അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ടോക്സിക് ചേട്ടനാണ്, സൈക്കോ എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇയാള് തിരികെ വീട്ടിലെത്തിയാൽ ക്രൂരമായി മർദ്ദിക്കും. മൊബൈൽ ചാർജർ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്രൂരമായി മർദ്ദിക്കും എന്നാണ് യുവതി പറയുന്നത്. നിസാര കാര്യങ്ങളൊക്കെ മതി, അപ്പം അതിന് ക്രൂരമായി മർദ്ദിക്കുക. കടുത്ത ശിക്ഷയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, കുട്ടികളെ കൊല്ലും എന്ന് ഭീഷണി മുഴക്കിയാൽ അത്രയും സഹനശക്തിയോടുകൂടി ത്യാഗം സഹിച്ച് സ്വന്തം ശരീരത്തെ ഒരു മർദ്ദന ഉപാധിയായി ഉപകരണമാക്കി മാറ്റി വേദന സഹിച്ച് അവിടെ നിൽക്കേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം അവനവൻ്റെ ജീവനാണല്ലോ അവനവൻ ഏറ്റവും വലുത്. നമ്മൾ ജീവിച്ചിരുന്നാൽ മാത്രമേ നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. സത്യം. അപ്പോൾ എൻ്റെ കുട്ടികളെ ഇപ്പം ഭർത്താവിനൊപ്പമാണ് കുട്ടികളെങ്കിൽ പോലും ആ കുട്ടികളെ കാണണമെങ്കിലും നാളെ അവരെ എന്നോടൊപ്പം വരണമെങ്കിലും ഒക്കെ ഞാൻ ജീവിച്ചിട്ട്, ഇപ്പോൾ കുട്ടികളോട് സ്നേഹമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ മർദ്ദനമെല്ലാം ഏറ്റുവാങ്ങിയതെന്ന് പറയുന്നത് അതിനോട് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മളങ്ങനെ ഒരാളുടെയും മർദ്ദനം ഏറ്റുവാങ്ങി ഒരാളോടൊപ്പം കഴിയേണ്ടതില്ല. നമ്മളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരാൾ വീട്ടിൽ പൂട്ടിയിടുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു, അതിൽ മൊബൈൽ ചാർജർ പൊട്ടുന്നത് വരെ മർദ്ദിക്കും എന്നാണ് യുവതി പറയുന്നത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മൊബൈൽ ചാർജർ പൊട്ടുന്നത് വരെ മർദ്ദിക്കും. അതായത് മൊബൈൽ ചാർജർ പൊട്ടുന്നത് വരെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിക്രൂരമായ മർദ്ദനമാണ്. പിന്നെ അപ്പോൾ യുവതിയുടെ ഈ ദേഹത്ത് മുഴുവൻ രക്തം കട്ട പിടിച്ച പാടുകളുണ്ട്. അത് അത്രയും മർദ്ദനമേറ്റിട്ട് ചാർജർ വെച്ച് അടിക്കുകയോ അല്ലെങ്കിൽ വലിഞ്ഞു മുറുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അത് മാത്രമല്ല, ഇവര് വിവാഹമോചിതയാണല്ലോ. വിവാഹമോചിതയാകുമ്പോൾ വിവാഹം കഴിക്കാതെയാണ് 2 പേര് താമസിക്കുന്നത്. നമ്മൾ ഒരുപാട് കേസുകൾ നേരത്തെയൊക്കെ പറഞ്ഞാണ്. 2 പേര് ഒരുമിച്ചങ്ങ് താമസിക്കുകയാണ്. ചില കേസുകളിലൊക്കെ ആണെങ്കിൽ ഒരാൾ എവിടുന്നോ വന്ന് കയറുകയാണ്. ആരാന്നറിയത്തില്ല, യുവതിക്കും അറിയത്തില്ല, അയാൾ പറയുന്നതല്ലേ അവർക്കറിയാം. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അറിയില്ല, പിഞ്ചു മക്കളുമായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി മുതിർന്ന മക്കളുമായിട്ടോ ഒക്കെ താമസിക്കുന്ന സ്ത്രീ, അത് എവിടെ നിന്നോ ഒരാൾ വരുന്നു,
അയാൾ വരുന്നു, ഇവരോടൊപ്പം താമസിക്കുന്നു. അയാൾ പറയുന്നു എൻ്റെ വീട് ഇവിടെയാണ്, അവരത് വിശ്വസിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതും വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ച് മക്കളും ഉണ്ടായിരിക്കും. പിന്നീട് ഇയാൾ പതുക്കെ ഈ പറഞ്ഞ പോലെ ആ സ്ത്രീയുടെ മേൽ, അവരുടെ മക്കളുടെ മേലെല്ലാം ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായി ഒരു ആധിപത്യം സ്ഥാപിക്കാം. പിന്നെ അവരെ ഉപദ്രവിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പഴഞ്ചൻ രീതിയുണ്ട്. ആ രീതിയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ സ്ത്രീ എന്നോ അടിമയായിരിക്കും. അപ്പൊ ഇവർക്ക് വേറെ എങ്ങോട്ടും പോകാനും മാർഗമില്ല. അപ്പൊ ആ രീതിയിലാണ് ഈ യുവതിയെ അവിടെ പെട്ടുപോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇവർ വീട്ടിൽ നിന്നിറങ്ങി. വധഭീഷണി ഉണ്ടായിരുന്നു ഈ യുവതിക്ക്. ആ വധഭീഷണി ഉള്ളത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് ഇത്രയും നാൾ സഹിച്ചത് എന്നൊരു നമ്മൾ ചോദിച്ചെങ്കിലും അവസാനം അവർക്ക് മനസ്സിലായി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ജീവനോടെ ഉണ്ടാകില്ല. മൊബൈൽ ചാർജറിന് തിന്നാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ ഇട്ട് കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലായി. അപ്പം ഇങ്ങനെയുള്ള ഈ മർദ്ദനം തുടങ്ങുമ്പോൾ തന്നെ ഒന്നിൽ പ്രതിരോധിക്കാൻ ഉള്ള ശേഷി ഉണ്ടാകണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായി വരുമാനമില്ലാത്ത ആളുകൾക്ക് ഇത്തരം ആളുകളുടെ ഈ ക്രൂരവിരോധങ്ങൾ, അവർ ഒരു സൈക്കിക്കായിട്ടുള്ള ആളുകളാണ്. അപ്പം സ്വന്തമായി വരുമാനമില്ല. അപ്പം പിന്നെ ഈ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന, യുവതിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇയാളുടെ അടിമയായി മാറുക എന്നുള്ളതേ ഉള്ളൂ. കാരണം വേറൊരു മാർഗ്ഗമില്ല. നമ്മൾ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേറൊരു ബന്ധത്തിൽ ഉൾപ്പെട്ട അതായത് കല്യാണം കഴിച്ച 2 കുട്ടികളുള്ള ആളാണ്. അപ്പൊ അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരികയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് വന്ന ആൾക്കാരും ആയിരിക്കാം. അപ്പൊ ഈ ഒരു ബന്ധത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിലോ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെങ്കിലോ തന്നെ ഒട്ടും സ്വീകരിക്കില്ല എന്നൊരു ചിന്തയും കൂടെ അവിടെ ഉണ്ടായേക്കാം ഈ യുവതിക്ക്. അങ്ങനെ അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. വിവാഹമോചിതയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധ്യതയില്ല. പിന്നെയുള്ള വീട്ടുകാരാണ്. അപ്പോൾ വീട്ടുകാർ ഒരുപക്ഷെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം വന്നേക്കാം. അതുപോലെ തന്നെ ഇയാൾ ബെൽറ്റ്, ചാർജറിൻ്റെ കേബിളാണ് പ്രധാനപ്പെട്ട ആയുധമെങ്കിലും ബെൽറ്റ്, അതുപോലെ ഷൂസ്, ചട്ടുകം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ യുവതിയെ അതിക്രൂരമായി 5 വർഷം അവിടെ അതിക്രൂരമായി 5 വർഷമാണ്. അതായത് ഈ തൊട്ടടുത്ത് ഇപ്പോൾ ഈ പരാതിക്ക് ആസ്പദമായി ഏറ്റവും അവസാനം പരാതി കൊടുക്കാൻ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഹെൽമറ്റ് താഴെ വെച്ചു എന്ന് പറയുന്നത് നിസാര കാരണത്തിനാണ് മർദ്ദിച്ചത്. ഹെൽമറ്റ് താഴെ വെച്ചു. ആ താഴെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആണ് ഇയാൾ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഒരു ഹരമായിട്ടാണ് ഈ ഉപദ്രവത്തെ ഇയാൾ കാണുന്നതെന്നാണ് ഈ യുവതി പറയുന്നത്. 5 വർഷമായിട്ടാണ്. ബന്ധുക്കൾക്ക് മാത്രമേ അറിയാവൂ ഇങ്ങനെ ഇവർ ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ളത്. വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഗോപു പറയുന്നത് ബാക്കി എല്ലാവരോടും സിംഗിളാണ്, അയാൾ വിവാഹിതനല്ല. യഥാർത്ഥത്തിൽ വിവാഹിതനല്ല. അയാള് മറ്റൊരാളോടൊപ്പം ഒരുമിച്ച് താമസിക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു പങ്കാളിയുണ്ട് എന്ന്. അങ്ങനെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇയാൾക്ക് ഈ യുവതി എന്നോടൊപ്പമാണെന്ന് പറയാൻ താല്പര്യമില്ല. അങ്ങനെ ചില ആള്. അപ്പൊ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോരുകയാണ് വേണ്ടത്. എന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളുടെ കൂടെ അയാളുടെ അടിമയായി, അയാളുടെ ചട്ടുകത്തിന്റെ പൊള്ളലുമേറ്റ്, അയാളുടെ ബെൽറ്റിന്റെ അടിയേറ്റ്, നിസാര ചെറിയ കാര്യങ്ങൾക്ക് അടി വാങ്ങിച്ച് അവിടെ കിടക്കേണ്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു കിക്ക് കൊടുക്കുന്ന കാര്യമാണ്. അയാൾക്കൊരു ഉന്മാദം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവരെ തല്ലുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഈ അവസാനം ഇയാള് ഈ യുവതി മരിച്ചു എന്ന് കരുതിയിട്ടാണ് ഇവര് ഉപേക്ഷിച്ചിട്ട് പോയത്. ആ ക്രൂരമർദ്ദനത്തിന് ബോധം കെട്ടു വീണു. അപ്പൊ അങ്ങനെ ബോധം കെട്ടു വീണപ്പോൾ ഇയാളുടെ ധാരണ ഇവര് മരിച്ചു. അങ്ങനെയാണ് ഇയാൾ അവിടെ നിന്ന് പോയത്. അപ്പം ഇവര് ബോധം വന്ന് നോക്കുമ്പോൾ ഇയാളെ കാണുന്നില്ല, ഈ ഗോപുവിനെ കാണുന്നില്ല. അപ്പം വസ്ത്രമെല്ലാം ധരിച്ച് സഹോദരിയുടെ അടുത്തേക്ക് യുവതി പോയി. അവിടെ ചെന്ന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. പരാതി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഇയാൾക്ക് ഈ യുവതിക്ക് ഭയമാണ്, ഇയാൾ ഇനി ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം. അപ്പോ പാർട്ടി നേതാക്കൾക്കൊക്കെ പരാതി കൊടുത്തു എന്ന് യുവതി പറയുന്നുണ്ട്. പക്ഷെ പാർട്ടി നേതാക്കൾക്ക് പരാതി കൊടുത്തെങ്കിലും അത് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഏത് പാർട്ടിയിലായാലും ഒരു പരാതി വന്നാൽ ഉടൻ തന്നെ പാർട്ടി നേതാക്കൾ അതിനകത്ത് ഇടപെട്ടൊരു പരിഹാരം ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ അങ്ങനെ പരിഹാരം ഉണ്ടാക്കി വരണമെങ്കിൽ തന്നെ സമയമെടുക്കുകയും ചെയ്യും. പിന്നെ പരാതിക്ക് പരിഹാരം ഉണ്ടായി വന്നാലും ഏകപക്ഷീയമായിട്ടുള്ള ഒരു പരിഹാരമായിരിക്കും ഉണ്ടാകുന്നത്. എന്തായാലും ഈ യുവതി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് അടികൊണ്ട പാടുകളൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇയാളെക്കുറിച്ച് യുവതി പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ബന്ധുക്കൾ ഫോൺ ചെയ്യുന്നു. ബന്ധുക്കൾ ആരെങ്കിലും ഫോൺ ചെയ്താൽ ഇയാൾ അടുത്ത് വന്ന് നിൽക്കും. അതായത് ഫോൺ ചെയ്യാൻ
ഉള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഈ യുവതിക്കുണ്ടായിരുന്നു. സംശയരോഗം. അതായത് നീ എന്താണ് സംസാരിക്കുന്നതെന്നാണ് ഇയാൾ വന്ന് ചോദിക്കുന്നത്. അത് മാത്രമല്ല കയ്യിൽ വടിയുമായിട്ട് അടുത്ത് വന്ന് നിൽക്കും. അടുത്ത് വന്ന് നിന്നിട്ട് അയാൾ പറയുന്നത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് മറ്റൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ബന്ധുക്കളോടും വിളിച്ചു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇവരവിടെ കഴിഞ്ഞിരുന്നത്. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്രയും സഹനം സഹിച്ച് കഴിയേണ്ടിയിരുന്നോ എന്നുള്ളത് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം പിന്നെയും ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുക, അല്ലാതെ അവിടെ ചെന്ന് പിന്നെയും അടി വാങ്ങിച്ച് ഈ സൈക്കോ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ചിലർക്ക് അതൊരു, ചില സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ എല്ലാവരെയും പറയല്ല, അവർക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മർദ്ദനം നിയന്ത്രിച്ച് നിർത്തുന്ന ഒരാളോടൊപ്പം കഴിയാൻ ഇഷ്ടപ്പെടുന്ന ചില സ്ത്രീകളുണ്ട്. അത് എത്ര മർദ്ദനമേറ്റാലും അല്ലെങ്കിൽ വിഷകാരമേറ്റാലും പിന്നെയും അയാളുടെ, അപ്പൊ അയാളെ സംബന്ധിച്ച് ഇതൊരു അടിമയായിട്ടാണ് ആ സ്ത്രീയെ കാണുന്നത്. തന്റെ ഒപ്പം താമസിക്കുന്ന ആളിനെ അല്ലെങ്കിൽ അതെ അപ്പം തനിക്കൊപ്പം ഉള്ള ആളിനെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ അതൊരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന കൊടുക്കാനോ ഒന്നും ഈ പുരുഷന് സാധിക്കാറില്ല ചില സമയങ്ങളിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലുള്ള, അപ്പം ഒരാളെ അടിക്കുന്നു, അയാൾ അടി കൊണ്ടിട്ട് പിന്നെ അവിടെ താമസിക്കുകയും എന്നിട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. തൊട്ടടുത്ത ദിവസവും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 5 വർഷമായി നിരന്തരം. അപ്പോൾ അയാളുടെയും ധാരണ ഇത് സഹിച്ച് ഈ സ്ത്രീ, അത് മാത്രമല്ല അയാൾക്ക് ഗോപു പരമശിവത്തിന് ഈ പെട്ടെന്ന് എനിക്ക് വാളയാർ പരമശിവം എന്നാണ് ഓർമ്മ നിർത്തി. ഇയാൾക്ക് പുറമെ അത് പറയാനും സമൂഹത്തോട് വിളിച്ചു പറയാൻ ഇയാൾക്ക് താല്പര്യവുമില്ല. എൻ്റെ ഒപ്പം ഉള്ള ആളാണെന്ന് പറയാനെന്താ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരാളോടൊപ്പം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കെണികളിൽ ചെന്ന് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ ഗോപു പരമശിവത്തിന്റെ യഥാർത്ഥ മുഖം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ മനസ്സിലാക്കാനും ഈ യുവതിയുടെ ഒരു തിരിച്ചറിവ്, വൈകി വന്ന വിവേകം കാരണമായി. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് അതിന് മുമ്പേ ഇതൊക്കെ തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ ഇത്രയും അടിമർദ്ദനവും ഒക്കെ കിട്ടാതെ ജീവിതം കുറച്ചുകൂടെ സുന്ദരമായിട്ട്. തുടക്കത്തിലേ അത് മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിലെ ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, രീതി ഇങ്ങനെയാണ്. നമുക്കറിയാമല്ലോ, ഒരാള് അങ്ങോട്ടൊരു മാസം 2 മാസം കഴിയുമ്പോൾ, കുറഞ്ഞതൊരു മാസം കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ 2 മാസം പോട്ടെ, ആദ്യത്തെ ഒരു മധുരകരമായ അന്തരീക്ഷമൊക്കെ മാറിക്കഴിയുമ്പോൾ യഥാർത്ഥ രീതികൾ പുറത്തു വരുമല്ലോ, പെരുമാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇയാൾ ഇങ്ങനെയാണ്. അപ്പം സുരക്ഷിതമായ ഒരു അകലം പാലിക്കുകയും ഇയാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കുകയും ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ മാറിപ്പോണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം ഇവര് എന്തെങ്കിലും ആപത്ത് പറ്റിയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു തരത്തിൽ ഇത് പറയേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വന്നേനെ. ശരി.